ഹായ് എല്ലാവർക്കും വെൽക്കം ടു ജിംഗിൾ ബെൽസ് കളക്ഷൻ. അപ്പോൾ നമ്മുടെ ഫേസ്ബുക്ക് അക്കൗണ്ട് അതേപോലെ തന്നെ നമ്മുടെ ഇൻസ്റ്റാഗ്രാം അക്കൗണ്ടൊക്കെ തീർച്ചയായിട്ടും ഫോളോ ചെയ്യാട്ടോ. നമ്മുടെ എല്ലാ കളക്ഷൻസൊക്കെ കാര്യങ്ങളൊക്കെ ഇഷ്ടമായെങ്കിൽ അതേപോലെ സെലക്ട് ചെയ്യുന്നുണ്ട്. നമ്മൾ വിഷുവിനാണ് 2 പേരെ സെലക്ട് ചെയ്യുന്നത്. അവർക്കാണ് സമ്മാനങ്ങൾ കൊടുക്കുന്നത്. പർച്ചേസിൽ നിന്ന് തിരഞ്ഞെടുക്കുന്ന 2 പേർക്കാണ്. അപ്പോൾ പർച്ചേസ് ചെയ്യുക, നിങ്ങൾക്ക് സമ്മാനങ്ങൾ കിട്ടട്ടെ. എല്ലാവർക്കും ഒന്നും കൂടി ഇന്നത്തെ പുതിയ ക്ലിയറൻസ് അല്ലെങ്കിൽ ഡാമേജ് അല്ലെങ്കിൽ പുതിയ വിഷുവിൻ്റെ കളക്ഷൻസ് സെയിലാണ്. എല്ലാവർക്കും ഒന്നും കൂടി അതിലേക്ക് സ്വാഗതം. ഫസ്റ്റ് ഐറ്റം തന്നെ നമുക്ക് അടിപൊളി സൂപ്പർ ഐറ്റം നോക്കിയാൽ നമുക്ക് വിഷു കളക്ഷനിൽ വന്നിരിക്കുന്നതാണ്. പുതിയ സ്റ്റോക്കാണ് കേട്ടോ. അപ്പോൾ മുല്ലമുട്ട് മാലയാണ് വന്നിരിക്കുന്നത്. നമ്മളിത് ഒത്തിരി തവണ കൊണ്ടുവന്നിട്ടുണ്ട്. ഒത്തിരി കസ്റ്റമേഴ്സ് പർച്ചേസ് ചെയ്ത് ഒത്തിരി ഇഷ്ടപ്പെട്ട ഐറ്റവും കൂടിയാണ്. നല്ല റിവ്യൂസ് വന്ന ഐറ്റംസ് ആണ്. അപ്പോൾ മുല്ലമുട്ടിൻ്റെ സിമ്പിളായിട്ടുള്ള മുല്ലമുട്ട്, കാശൊന്നുമില്ല. അപ്പോൾ എല്ലാ ആൾക്കാർക്കും ഇടാനായിട്ട് പറ്റുന്ന തരത്തിലുള്ള ഐറ്റമാണ്. നല്ല ഗോൾഡിൻ്റെ തന്നെ അതേ ഫിനിഷിങ്ങിൽ വന്നിരിക്കുന്ന മുല്ലമുട്ടാണ്. കണ്ടില്ലേ, നല്ല ഭംഗിയിലാണ്, പരന്നിട്ടല്ല. ഇവിടെ ഷാർപ്പായിട്ടുള്ള മുല്ലമുട്ടാണ് വന്നിരിക്കുന്നത്. നല്ല സിമ്പിളായിട്ടുള്ളൊരു നെക്ലസ് അടുപ്പിച്ചാണ് കേട്ടോ ആ മുല്ലമുട്ട് വരുന്നത്. അതാണ് അതിൻ്റെ ഭംഗി കൂട്ടുകയും ചെയ്യുന്നത്. എല്ലാം നല്ല ഗോൾഡ് പ്ലേറ്റഡിലാണ് നമ്മൾ കൊണ്ടുവന്നിരിക്കുന്നത്. അത്രയ്ക്കും ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള കളക്ഷനാണ്. ബാക്കിൽ നമ്മൾ കണ്ണികളൊക്കെ കൊടുത്തിട്ടുണ്ട്. എക്സ്ട്രാസ് വേണമെങ്കിൽ നമ്മളത് മെസ്സേജ് ചെയ്താൽ മതി. തീർച്ചയായിട്ടും നമ്മൾ എക്സ്ട്രാസും കൂടി ഇതിൻ്റെ കൂടെ തന്നെ വെക്കുന്നതായിരിക്കും കേട്ടോ അയക്കുമ്പോൾ. അപ്പം ഇതാണ് കേട്ടോ ആദ്യത്തെ ഐറ്റം എന്ന് പറഞ്ഞാൽ നല്ല ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള കളക്ഷൻ അല്ലേ. നിങ്ങളുടെ കമൻസ് ഒക്കെ തീർച്ചയായിട്ടും അറിയിക്കണേ. ഞങ്ങൾ എല്ലാവരുടെയും വായിക്കുന്നുണ്ട്. അപ്പം എല്ലാവർക്കും ഒത്തിരി താങ്ക് യു. ഒത്തിരി സപ്പോർട്ടിനും കാര്യങ്ങൾക്കും എല്ലാവർക്കും ഒത്തിരി താങ്ക്സ് കേട്ടോ. അപ്പം ഇതെങ്ങനെയുണ്ടെന്ന് പറയണേ തീർച്ചയായിട്ടും. ഇതാണ് കേട്ടോ അതിൻ്റെ ക്ലോസർ വ്യൂ വരുന്നത്. കണ്ടില്ലേ, നമുക്കിത് റീപ്ലേറ്റ് ചെയ്താലും യൂസ് ചെയ്യാം. അത്യാവശ്യ കാലം നമുക്ക് യൂസ് ചെയ്യാം കേട്ടോ. നമ്മളിത് ഡെയിലി ഒന്നും വെയർ ചെയ്യാത്തതുകൊണ്ട് നമുക്ക് അത്യാവശ്യ കാലം നിൽക്കുകയും ചെയ്യും. നല്ല ഭംഗിക്ക് ഗോൾഡിൻ്റെ അതേ ഫിനിഷിങ്ങും ലുക്കും കൂടി തരുകയും ചെയ്യുവേ. അതാണ് ഈ ഐറ്റംസ് എന്ന് പറയണത്. ഇതാണ് കേട്ടോ അതിൻ്റെ കുറച്ചും കൂടി ക്ലോസർ വ്യൂ കാണിക്കുകയാണെങ്കിൽ ഞാൻ ഇതാണ് കേട്ടോ. ഇങ്ങനെയാണ് കേട്ടോ അതിൻ്റെ ക്ലോസർ വ്യൂ വരുന്നത്. നല്ല ഒതുങ്ങി കിടക്കുന്ന മുല്ലമുട്ടാണ്. ഇതാണ് ഈ പാറ്റേൺ വരുന്നത്. അപ്പോൾ ജസ്റ്റ് 599 ഫ്രീ ഷിപ്പിംഗിനാണ് നമ്മൾ കൊടുക്കുന്നത്. അത് വിഷു പ്രമാണിച്ച് നമ്മൾ കസ്റ്റമേഴ്സിന് വേണ്ടി തരുന്നതാണ്. തീർച്ചയായിട്ടും പർച്ചേസ് ചെയ്ത് നോക്കാം, നിങ്ങൾക്ക് ഉറപ്പായിട്ട് ഇഷ്ടപ്പെടുവേ ഐറ്റം. ഓപ്പൺ ടൈപ്പിൽ തന്നെ നമ്മുടെ സ്റ്റോൺ വെച്ചിട്ടുള്ള ബാംഗിൾസ് ആണ്. ഇതാണ് പാറ്റേൺ വരുന്നത്. ഒന്നും ഫുൾ റൂബി സ്റ്റോൺസ് ആണ് വരുന്നത്. കുഞ്ഞു കുഞ്ഞു റൂബി സ്റ്റോൺസ് ആണ് കേട്ടോ ഇത് വരുന്നത്. പിന്നെ അതുകൂടാതെ നടുക്ക് കണ്ടോ അതിന് ചെറിയൊരു ഡിസൈനും കൊടുത്തിട്ടുണ്ട്. നല്ല തിക്കായിട്ടുള്ള പ്ലെയിൻ ബാംഗിൾസ് ആണ് ഇതിൽ വരുന്നത്. അതേപോലെ തന്നെ ഇത് റൂബി കം വൈറ്റ് ആണ് വരുന്നത് ഡിസൈൻ. നല്ല തിക്കായിട്ടുള്ള പ്ലെയിൻ ബാംഗിൾസ് ആണ് വരുന്നത്. അപ്പോൾ ഓപ്പൺ ബാംഗിൾസ് ആകുമ്പോൾ നമുക്ക് സൈസ് ഇഷ്യൂസ് ഒന്നും വരത്തില്ല. നമുക്ക് ഈസിയാണ് വെയർ ചെയ്യാനും അതേപോലെ തന്നെ നമുക്ക് ഊരിയെടുക്കാനും നമുക്ക് ഈസിയാണ് കേട്ടോ. അപ്പോൾ ഇത് വേണ്ടവരുണ്ടെങ്കിൽ തീർച്ചയായിട്ടും പർച്ചേസ് ചെയ്ത് നോക്കുക. ജസ്റ്റ് 170 എന്ന റേറ്റിനാണ് നമ്മൾ കൊടുക്കുന്നത്. നല്ല അഫോർഡബിൾ ആണ്. ഗോൾഡ് പ്ലേറ്റഡ് ഐറ്റംസും കൂടിയാണ്. ഇതാണ് കേട്ടോ അതിൻ്റെ തിക്നെസ് കണ്ടില്ലേ, എത്രയ്ക്കും തിക്കായിട്ടാണ് പോകുന്നത് ഐറ്റം. ഇതാണ് അതിൻ്റെ ക്ലോസർ വ്യൂ. ഇപ്പം ഈ 2 ഐറ്റംസ് ആണ് റൂബീസിൻ്റെ നമുക്ക് അവൈലബിൾ ആയിട്ടുള്ളത്. സ്റ്റോൺ പാറ്റേണിൽ ബാംഗിൾസ് ചോദിക്കുന്ന ഒത്തിരി കസ്റ്റമേഴ്സ് ഉണ്ട് കേട്ടോ. അപ്പോൾ അതിൽ വരുന്നത് തന്നെയാണ് ഇത്. എല്ലാ ഏജുകാർക്കും ഇടാൻ പറ്റുന്ന ഐറ്റമാണ് ഇത്. കഫ് ബാംഗിളിൻ്റെ മോഡലിൽ ടൈപ്പിൽ വരുന്നതാണ് ഗോൾഡ് പ്ലേറ്റഡിൽ. ഇതിൽ കണ്ടോ നടുക്ക് കണ്ടോ ഈ 3 റൗണ്ട്സിലും നമുക്ക് കുഞ്ഞു കുഞ്ഞു വൈറ്റ് സ്റ്റോൺസ് ആണ് അവൈലബിൾ ആക്കിയിരിക്കുന്നത്. അതേപോലെ ഗോൾഡൻ ബോൾസ് അതിൻ്റെ ഇടയ്ക്ക് കൊടുത്തിട്ടുണ്ട്. നല്ല ലൈറ്റ് ആയിട്ടുള്ള വെയിറ്റുള്ള കളക്ഷൻസിൽ വരുന്നതാണ് കേട്ടോ. ഇവിടെയാണ് ഈ അറ്റത്ത് ഇങ്ങനെയാണ് വരുന്നത്. അപ്പോൾ നമുക്ക് കഫ് ബാംഗിൾ പോലെ ഈസി ആയിട്ട് വെയർ ചെയ്യാനായിട്ട് സാധിക്കും. അതാണ് കേട്ടോ ഇതിൻ്റെ ഹൈലൈറ്റ് എന്ന് പറയുന്നത്. കണ്ടില്ലേ, ഈസി അല്ലേ വെയർ ചെയ്യാൻ. അതേപോലെ നമുക്ക് ഇത് എടുക്കാനും നമുക്ക് നല്ല ഈസിയാണ്. ആ പാറ്റേൺ ആണ് കേട്ടോ ഇതിൽ വരുന്നത്. ഇത് ജസ്റ്റ് 190 അത്രേ വരുന്നുള്ളൂ. നല്ല അഫോർഡബിൾ പ്രൈസ് ആണ്. നല്ല ക്യൂട്ടായിട്ട് കയ്യിൽ കിടക്കുകയും ചെയ്യും. നമുക്ക് ഈസി ആയിട്ട് വെയർ ചെയ്യാനായിട്ട് പറ്റുവേ. ഇനി അടുത്തത് വരുന്നത് നമ്മുടെ ലോക്ക് ബാംഗിൾസ് പോലെയുള്ളതാണ്. ഇങ്ങനെയാണ് ജസ്റ്റ് ലോക്ക് ഓപ്പൺ ചെയ്യുക, എന്നിട്ട് നമുക്ക് കയ്യിൽ ഇടാവുന്നേ ഉള്ളൂ. ഇതിന്റെ പാറ്റേൺ കണ്ടോ, ജസ്റ്റ് ഒരു 8 എന്ന ഷേപ്പിൽ അല്ലെങ്കിൽ എസിന്റെ പാറ്റേണിലാണ് വരുന്നത്. ഒരു ഭാഗത്ത് കൂടെ ഫുൾ വൈറ്റ് സ്റ്റോൺസ് ആണ്, കുഞ്ഞു കുഞ്ഞു വൈറ്റ് സ്റ്റോൺസ് ആണ് നമ്മൾ കൊടുത്തിരിക്കുന്നത്. മറ്റേ ഭാഗം പ്ലെയിൻ ആയിട്ടാണ് വരുന്നത്. അപ്പോൾ ഒരു ഒത്തിരി ഭംഗിയുണ്ടാവും. നമ്മൾ ഇട്ട് കഴിഞ്ഞാൽ ഇങ്ങനെ ഇത് ഇട്ട് കഴിഞ്ഞാൽ ലോക്ക് അതിൽ കിടന്നോളൂ കേട്ടോ. ഇതിന് വളരെ പ്രത്യേകത കണ്ടോ, ഇതിലാണ് വർക്ക്സ് ആണ് പോകുന്നത്. അപ്പോൾ ഒത്തിരി ബ്യൂട്ടിഫുൾ ആവട്ടോ ഈ വള ഇട്ട് കഴിഞ്ഞാലും നല്ല ഭംഗിയായിരിക്കും. വൈറ്റ് സ്റ്റോൺസ് ആകുമ്പോൾ നമുക്ക് എല്ലാത്തിൻ്റെ കൂടെ വെയർ ചെയ്യാനായിട്ടും പറ്റും. ഗോൾഡ് പ്ലേറ്റഡ് ആണ്. 210 ആണ് വരുന്നത്. നല്ല അഫോർഡബിൾ റേറ്റ് ആണ്. അപ്പോൾ വിഷുവിന് നിങ്ങൾ വളകൾ നോക്കുന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും പർച്ചേസ് ചെയ്ത് നോക്കേണ്ട ഐറ്റംസ് തന്നെയാണ് ഇത്. അപ്പോൾ ഇതാണ് സ്റ്റോൺ പാറ്റേണിൽ വരുന്ന 2 ഐറ്റംസ്. ഇനി അടുത്ത ഐറ്റംസ് കാണാനല്ലേ നമുക്ക്.
വൈറ്റ് സ്റ്റോൺസിന്റെ ചുറ്റും നമ്മൾ എപ്പോഴും റൂബിയാണ് കൊണ്ടുവരാറ്. അല്ല, ഇപ്രാവശ്യം നമ്മൾ റെഡ് സ്റ്റോണിന്റെ ഇയറിംഗ്സ് ആണ് കൊണ്ടുവരുന്നത്. ബ്ലഡ് റെഡിന്റെ കളറാണ് സ്റ്റോൺ വരുന്നത്. നടുക്ക് കുഞ്ഞു വൈറ്റ് സ്റ്റോൺസ് ആണ് ചുറ്റും കൊടുത്തിരിക്കുന്നത്. ഇത് എല്ലാവർക്കും ഇടാം കേട്ടോ. നമുക്ക് ഏത് ഏജ് എന്ന് പറയാനില്ല. കുട്ടികൾ മുതൽക്ക് വലിയവർക്ക് എല്ലാവർക്കും ഇടാൻ പറ്റുന്ന ഐറ്റം ആണ്. ബാക്കിൽ ഇതേ സ്ക്രൂസ് ആണ് കൊടുത്തിരുന്നത്. ഗോൾഡ് പ്ലേറ്റഡിലാണ് വരുന്നത്. ഇതാണ് സ്റ്റോൺസ് വരുന്നത്. ജസ്റ്റ് 80 റുപ്പീസേ വരുന്നുള്ളൂ. നല്ല അഫോർഡബിൾ പ്രൈസ് അല്ലേ? നിങ്ങൾ എന്നെ കമന്റ്സിൽ അറിയിക്കണേ. നല്ല അഫോർഡബിൾ പ്രൈസിൽ നല്ല ക്യൂട്ടായിട്ടുള്ള കമ്മൽ നമുക്ക് ഇടാനായിട്ട് പറ്റും കേട്ടോ. ഇത് എത്രയ്ക്ക് നല്ല ഭംഗി കണ്ടതുകൊണ്ടാണ് നമ്മൾ നമ്മുടെ കസ്റ്റമേഴ്സിന് വേണ്ടി തന്നെ നമ്മൾ കൊണ്ടുവന്നത്. ഇതാണ് കേട്ടോ ഐറ്റം എന്ന് പറയുന്നത്. ജസ്റ്റ് ഒരു കുഞ്ഞു ഫ്ലവറിന്റെ മോഡലിൽ വരുന്നതാണ്. ഇതാണ് കേട്ടോ അതിന്റെ പാറ്റേൺ വരുന്നത്. നമ്മുടെ മുല്ലമൊട്ട് മാല വെയർ ചെയ്ത് വരുമ്പോൾ അത് ഇങ്ങനത്തെ ഒരു ലുക്കാണ് കേട്ടോ വരിക. എന്ത് ഭംഗിയാണെന്ന് കണ്ടില്ലേ? നല്ല ഭംഗിയുള്ള സൂപ്പർ ഐറ്റംസ് ആണേ. കരിമണിമാലയുടെ തന്നെ 2 ലെയറിൽ നമുക്ക് 8 പിടിയിൽ അവൈലബിൾ ആക്കിയിട്ടുണ്ട്. ഇതാണ് കേട്ടോ ഐറ്റം വരുന്നത്. ഇതെങ്ങനെയാണ് പോകുന്നത്? 3 കരിമണിയുടെ മുത്ത്, അതേപോലെ 3 ഗോൾഡൻ മുത്ത് എന്ന പാറ്റേൺ ആണ്. പക്ഷെ 2 ലെയറിലാണ് വരുന്നത്. നമുക്ക് ഇത്ര കാലം 2 ലെയറിൽ ഇത് അവൈലബിൾ ആയിട്ടുണ്ടായിരുന്നില്ല. അപ്പോൾ ഇപ്പോൾ അത് അവൈലബിൾ ആയിട്ടുണ്ട് കേട്ടോ. ഗോൾഡ് പ്ലേറ്റഡ് ആണ്. ഇത് ബാക്കിലെ കൊളുത്തും കാര്യങ്ങളൊക്കെ കൊടുത്തിട്ടുണ്ട്. 8 പിടി എന്ന് പറയുമ്പോൾ നമ്മുടെ കയ്യിൽ 24 ഇഞ്ചാണ് വരുന്നത്. ഇതാണ് കേട്ടോ. നല്ല രസമുള്ള പാറ്റേണിലാണ് നമ്മൾ പോകുന്നത്. നല്ല ഷൈനിങ് ആണ് ആ കരിമണിയുടെ മുത്തിനും. അതാണ് നമ്മുടെ കരിമണിയുടെ എപ്പോഴും ഹൈലൈറ്റ്. ഒത്തിരി ഡിമാൻഡ് ഉള്ളതാണ് നമുക്ക് എന്നും കരിമണിക്ക്. അപ്പോൾ ഇത് വേണ്ടവരുണ്ടെങ്കിൽ തീർച്ചയായിട്ടും നമ്മുടെ സ്ക്രീനിൽ കാണുന്ന വാട്സപ്പ് നമ്പറിലേക്ക് നമുക്ക് ബുക്ക് ചെയ്യാവുന്നതേ ഉള്ളൂ. നമുക്ക് എല്ലാ ഭാഗത്തേക്കും ഡെലിവറി അവൈലബിൾ ആണ്. ഇനി വിഷു ഗിഫ്റ്റായിട്ടൊക്കെ ഇനിയിപ്പോൾ അമ്മയ്ക്ക് കൊടുക്കണമെങ്കിൽ നമുക്ക് തീർച്ചയായിട്ടും കൊടുക്കാവുന്ന ഒരു ഐറ്റം കൂടിയാണ് ഇത്. നല്ല ക്യൂട്ടായിട്ടില്ലേ പാറ്റേൺ? ഇപ്പോൾ കണ്ടിട്ട് അഭിപ്രായം പറയണേ തീർച്ചയായിട്ടും. അപ്പോൾ ഇതാണ് കേട്ടോ അതിൻ്റെ ഇത് ഫുൾ ലുക്ക് വരുന്നത്. ഇത്രയും നല്ല ഷൈനിങ്ങും കാര്യങ്ങളും ഒക്കെ ഉള്ള ഐറ്റം ആണ്. ഇത് അതിന്റെ ഷൈനിങ് കണ്ടില്ലേ? ഒത്തിരി ബ്യൂട്ടിഫുൾ ആണ്. നല്ല ഷൈനിങ് വരുന്ന മാലയാണേ. 2 ലെയർ ആയിട്ട് കരിമണി വെയർ ചെയ്യുമ്പോൾ ഉള്ള ലുക്ക് ഇത് ഇങ്ങനെയാണ് കേട്ടോ വരുന്നത്. നല്ല ഭംഗിക്ക് കഴുത്തിൽ അങ്ങനെ കിടന്നോളും 2 ലെയറിന്റെ വരുന്ന നമ്മുടെ കരിമണി മാല. നമുക്ക് പ്ലെയിൻ ബാംഗിൾസിൽ തന്നെ കുറച്ചും കൂടി ഭംഗി വരാനായിട്ട് കുറച്ച് ഡിസൈൻസ് കൊടുത്തിട്ടുള്ളത് കണ്ടാലോ? അത് അവിടെ ഇവിടെ ആയിട്ട് ഡിസൈൻസ് വരുമ്പോൾ ഒത്തിരി ഭംഗിയാണ്. ഇത് ഈ റെഡ് ആൻഡ് ഗ്രീൻ കളർ അല്ലെങ്കിൽ മെറൂൺ ആൻഡ് ഗ്രീൻ കളർ വരുമ്പോൾ നല്ല രസമാട്ടോ ഇത് കാണാനായിട്ട്. ഇത് ഇങ്ങനെയാണ് അതിന്റെ പാറ്റേൺ പോകുന്നത്. 2-4 ആണ് ഡയമീറ്റർ വരുന്നത്. 5.8 സെന്റിമീറ്റർ 5.8 സെന്റിമീറ്റർ ആണ് വരുന്നത്. അപ്പോൾ ഇത് വേണ്ടവരുണ്ടെങ്കിൽ തീർച്ചയായിട്ടും ചെക്കൗട്ട് ചെയ്തോളൂ. നല്ല ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള പാറ്റേൺ ആണ്. നമുക്ക് കളർഫുൾ ആയിട്ട് നമുക്ക് വിഷുവിന് വെയർ ചെയ്യാനായിട്ട് സാധിക്കും. നല്ല ഭംഗിയാണ് കണ്ടില്ലേ? നല്ല പ്ലെയിനിൽ കുറച്ച് സിമ്പിൾ ആയിട്ട് വരുന്ന ഡിസൈൻസ് അങ്ങനെ വരുന്ന പാറ്റേൺ ആണ്. ഗോൾഡ് പ്ലേറ്റഡിലാണ് കേട്ടോ നമ്മളിത് കൊണ്ടുവന്നിരിക്കുന്നത്. അപ്പോൾ ജസ്റ്റ് 1 പീസിന് 82 റുപ്പീസ് അത്രേ വരുന്നുള്ളൂ. നല്ല അഫോർഡബിൾ ആണ്. പർച്ചേസ് ചെയ്ത് നോക്കുക, തീർച്ചയായിട്ടും നിങ്ങൾക്ക് ഇഷ്ടപ്പെടും. അപ്പോൾ ഇത് 2-4ഉം 2-6ഉം അവൈലബിൾ ആണ്. അപ്പോൾ എപ്പോഴും പർച്ചേസ് ചെയ്യുമ്പോൾ ഞാൻ പറയാറുണ്ട്, ഡയമീറ്റർ ചെക്ക് ചെയ്യുക, ഈ സെന്റർ എടുക്കുക, സെന്റർ ടു സെന്റർ അതിൻ്റെ ഉള്ളിൽ വരുന്ന മെഷർമെന്റ് ആണ് നമ്മൾ സ്കെയിലിൽ എന്ന് അളന്ന് നോക്കേണ്ടത്. എന്ന് നോക്കിയിട്ട് വേണം നമ്മളോട് എന്നും നിങ്ങളുടെ സൈസ് പറയാനായിട്ട് കേട്ടോ. അപ്പോഴേ കറക്റ്റ് ആയിട്ടുള്ള അളവ് നമുക്ക് എടുക്കാനായിട്ട് പറ്റുള്ളൂ. ഇതാണ് കേട്ടോ പാറ്റേൺ വരുന്നത്. നല്ല ക്യൂട്ടായിട്ടില്ലേ? അപ്പോൾ നിങ്ങളുടെ കമന്റ്സ് ഒക്കെ തീർച്ചയായിട്ടും അറിയിക്കുന്നേ. ഇനി നമുക്ക് ക്ലിയറൻസ് ഇല്ല അല്ലെങ്കിൽ ഒരു ഡാമേജ് സെയിൽ നോക്കിയാലോ? ഇത് 11 എന്ന സൈസിൽ വരുന്ന പാദസരമാണ്. അരഞ്ഞാണത്തിന്റെ മോഡലിൽ വരുന്ന പാസരാണ്. അപ്പോൾ നമ്മൾ ഇത് ജസ്റ്റ് കണ്ടോ, അത് ഇവിടെ ഒരു മുത്ത് മിസ്സിംഗ് ആണ്. ഈ ഒരു മുത്ത് മിസ്സിംഗ് ആയതുകൊണ്ട് മാത്രം നമ്മൾ 320 എന്ന റേറ്റിന് കൊടുത്തിരുന്ന ഐറ്റം ജസ്റ്റ് 290ക്ക് കൊടുക്കുന്നു. ഒറ്റ മുത്തേ മിസ്സിംഗ് ഉള്ളൂ. വേറെ ഒരു ഡാമേജും ഒന്നുമില്ല. കംപ്ലീറ്റ് ഗോൾഡ് പ്ലേറ്റഡ് ആണ്. അത് അറയത്ത് പോലും ഇല്ല. കാലിലിട്ട് കഴിഞ്ഞാൽ ഇങ്ങനെയാണ് വരുന്നത്. നല്ല വെയിറ്റ് ഉള്ള നല്ല ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള പാസരാണ് കേട്ടോ. അത്രയ്ക്കും ഭംഗിയാണ്. ഇത് എവിടെ കണ്ടോ ഒരു മുത്ത് മിസ്സിങ്, ബാക്കി എല്ലാത്തിലും മുത്തുകളുണ്ട്. അപ്പം 11 എന്ന സൈസിനാണ്. അപ്പോൾ നല്ല അഫോർഡബിൾ റേറ്റിനാണ് അപ്പോൾ നമ്മൾ കൊടുക്കുന്നത്. ഇത് ഇട്ടാലൊന്നും ഒരിക്കലും അറിയത്തില്ല ഒരു മുത്ത് മിസ്സിങ് ആയിട്ടുണ്ടെന്ന് ഒരിക്കലും അറിയാനും പോലും ഇല്ല. അപ്പോൾ വേണ്ടവരുണ്ടെങ്കിൽ തീർച്ചയായിട്ടും പർച്ചേസ് ചെയ്തോളൂ. നല്ല ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള ഗോൾഡ് പ്ലേറ്റഡിന്റെ പാദസരം, അതും അരഞ്ഞാണം മോഡലിലാണ്. ഇനി നമുക്ക് താലിക്കൂട്ടത്തിന്റെ ക്ലിയറൻസ് നോക്കിയാലോ? നമ്മുടെ ലക്ഷ്മിയുടെ കോയിൻ വെച്ച് റൂബി സ്റ്റോൺസ് വെച്ചിട്ടുള്ള താലിക്കൂട്ടാണ്. ഇതിന്റെ ഉള്ളിൽ കണ്ടാൽ അറിയാൻ പറ്റും ചെറിയ 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 സ്പോട്സ് കണ്ടോ? നിങ്ങൾക്ക് കാണാനായിട്ട് പറ്റുന്നുണ്ടെന്ന് ഞാൻ വിശ്വസിക്കുന്നു. ചെറിയ 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 സ്പോട്സ് കാണുന്നുണ്ട്. പക്ഷെ നമുക്ക് ദൂരെ നോക്കുമ്പോൾ ഒന്നും കാണത്തില്ല. അത്രയ്ക്ക് നല്ല സൂപ്പർ ഐറ്റമാണ്. വേറെ ഒരു ഡാമേജോ ഒന്നുമില്ല കേട്ടോ. ജസ്റ്റ് ഈ സ്പോട്സ് മാത്രം വരുന്നതാണ് ഇതിന്റെ
അതിൽ തന്നെ വർക്കിൽ തന്നെ വന്ന ഐറ്റമാണ്. അപ്പോൾ ഇതാണ് അതിൻ്റെ ഡാമേജ് എന്ന് പറഞ്ഞാൽ നമ്മൾ കൊടുക്കുന്നത്. അപ്പോൾ 460 കൊടുത്തിരുന്നത് അപ്പോൾ നമ്മളിപ്പോൾ കൊടുക്കുന്നത് 420 ആണ്. 8 പിടിയുടെ ചെയിനാണ്, നല്ല തിക്കായിട്ടുള്ള ചെയിനാണ്, നല്ല സൂപ്പർ ഐറ്റം ആണ്, എഫോർഡബിൾ പ്രൈസ് ആണ്. ചെയിനൊക്കെ കണ്ടില്ലേ, നല്ല ഭംഗിയുള്ള ചെയിനാണ്. അപ്പോൾ ഇതാണ് കേട്ടോ അതിൻ്റെ ക്ലോസർ വ്യൂ ഞാൻ കാണിക്കാം. കണ്ടില്ലേ, ക്ലോസറിൽ കുറച്ചും കൂടി കാണുന്നുണ്ട്, കണ്ടോ, ഒരു കുഞ്ഞു സ്പോട്ട്സ് താലിൻ്റെ ഉള്ളിൽ. അത് മാത്രമാണ് അതിൻ്റെ ഒരു ഡാമേജ് എന്ന് പറഞ്ഞ് നമ്മൾ കൊടുക്കുന്നത് കേട്ടോ. അപ്പോൾ 420 ആണ്, ക്ലിയറൻസ് സെയിലാണ്, നല്ല അഫോർഡബിൾ പ്രൈസ് ആണ്. അപ്പോൾ വേണ്ടവർ തീർച്ചയായിട്ടും പർച്ചേസ് ചെയ്തോളൂ, നല്ല സൂപ്പർ ഐറ്റം ആണ്. ഇതാ ഇങ്ങനെയാണ് കേട്ടോ അതിൻ്റെ ചെയിനും പാറ്റേണും ഒക്കെ പോകുന്നത്. ഇത് മാത്രമേ ഉള്ളൂ അതിൻ്റെ ഡാമേജ് എന്ന് പറയാനായിട്ട്. അതുകൊണ്ട് നമ്മൾ അത് ക്ലിയറൻസിൽ കൊടുക്കുകയാണ്. ഇതാ നവരത്ന മോഡലിലെ ബാംഗിൾസ് നമ്മുടെ അവൈലബിൾ ആണ്. ഇതിൽ എന്താ ഡാമേജ് ചോദിച്ചാൽ ഓരോന്നിലും ഓരോ കുഞ്ഞു ഡാമേജ് ഉണ്ട് കേട്ടോ. ഇത് 2-4 എന്ന സൈസിലാണ് വരുന്നത്. ഡയമീറ്റർ 5.8 വരുന്നുണ്ട് ഉള്ളിൽ. അപ്പോൾ അത് നോക്കിയിട്ട് പർച്ചേസ് ചെയ്യുക. 2 ആർക്കും സൂപ്പറായിട്ട് ഇടാനായിട്ട് പറ്റുവേ. ഇതാണ് കേട്ടോ അതിന്റെ ഡാമേജ്. ഇതിന്റെ ഉള്ളിൽ കണ്ടോ ഒരു ചെറുതായിട്ടൊന്ന് കുഴിഞ്ഞ പോലെ കണ്ടോ, ഇത്തിരി ഒരു ഹോൾ വന്ന പോലെ ഒരു ഇത് കണ്ടോ. അപ്പോൾ അതുകൊണ്ട് നമ്മളിത് ക്ലിയറൻസിന് കൊടുക്കുകയാണ്. ഇത് 1 പീസ് നമ്മൾ 80 കൊടുത്തിരുന്നതാണ്, 80 എബോവിന് കൊടുത്തിരുന്നതാണ്. ഇപ്പം നമ്മൾ കൊടുക്കുന്നത് ജസ്റ്റ് 60 റുപ്പീസായി 1 പീസിന് കൊടുക്കുന്നുള്ളൂ. അപ്പോൾ ഇതാണ് അതിൻ്റെ ഡാമേജ് പറയുക, ഇടുമ്പോൾ അറിയത്തൊന്നുമില്ല. അതാണ് കേട്ടോ ഇതിൻ്റെ പ്രത്യേകത. ഇതാണ് ഇങ്ങനെ ഒന്ന് ചെറുതായിട്ടൊന്ന് കുഴിഞ്ഞ് ഇത്തിരി ഒരു ഉള്ളിലേക്ക് ഇത് കട്ടായ പോലെ ഉണ്ട്, അത്രയേ ഉള്ളൂ. വേറെ ഒരു ഡാമേജസും ഇതിലില്ല. ഇനി അതേപോലെ തന്നെ ഇതിലും ഉണ്ട്. ഇതിലും അങ്ങനെ ഒരു കുഞ്ഞ് ഡാമേജ്, ചെറിയൊരു ക്രാക്ക് ആയ പോലെ ഒരു ഇതുണ്ട്. കണ്ടില്ലേ, ഇവിടെ ഒരു ഇത്തിരി ക്രാക്ക് ആയ പോലെ ഒരു ഇതുണ്ട്. അപ്പോൾ അതുകൊണ്ടാണ് നമ്മളിത് കൊടുക്കുന്നത്. 60 നല്ല അഫോർഡബിൾ ആണ് കേട്ടോ. 2-4 ആരും 2 കാര്യം എടുത്തോളൂ കേട്ടോ. 2-6 ഇല്ലേ. ഇതും കണ്ടോ, ഇവിടെയാണ് ഒരു കുഴി വരുന്നത്. അപ്പോൾ 2 ആർക്കൊക്കെ ഇത് ഇടാം കേട്ടോ. 2-4 ഓക്കെ ആണെങ്കിൽ നിങ്ങൾക്ക് അത് ഇടാമേ. ഇവിടെയും കണ്ടോ ഒരു ചെറിയൊരു കട്ട് വരുന്നുണ്ട്, അത്രയേ ഉള്ളൂ, വേറെ ഒരു ഡാമേജും ഇല്ല. അപ്പോൾ എടുക്കുമ്പോൾ ഇത് 3 കൂടി ഒരുമിച്ചെടുക്കുക. നവരത്ന മോഡൽ നമ്മൾ ഒത്തിരി തവണ കൊണ്ടുവന്നാണ്. കണ്ടില്ലേ, ഇതാണ് അതിൻ്റെ കല്ലുകളുടെ കളേഴ്സൊക്കെ വരുന്നത്. ബ്ലൂ ഉണ്ട്, ഗ്രീൻ ഉണ്ട്, വൈറ്റ് ഉണ്ട്, അതേപോലെ തന്നെ നമുക്ക് റെഡ് അല്ലെങ്കിൽ മെറൂണിഷ് കളറാണ് വരുന്നത് സ്റ്റോണ്. അതാണ് പാറ്റേൺ വരുന്നത് കേട്ടോ. ഇനിയിപ്പോൾ അടുത്ത ഒരു ഐറ്റം കൂടി 10 പിടിയുടെ മണിമാലയെ നമുക്ക് ഒന്ന് ക്ലിയറൻസ് സെയിലിന് കൊടുക്കാനുണ്ട്. ഇതിൽ ഡാമേജ് നമുക്ക് ഐഡന്റിഫൈ ചെയ്യാൻ പോലും പറ്റത്തില്ല കേട്ടോ, അത്രയ്ക്കും മൈന്യൂട്ട് ആയിട്ടുള്ളതാണ്. ഇവിടെ ചെറുതായിട്ട് ഒരു ഗോൾഡന്റെ വർക്ക് അത് മിസ്സായി പോയിട്ടുണ്ട്, അവിടെ വർക്ക് വന്നിട്ടില്ല. ഗോൾഡൻ കളർ ഗോൾഡ് പ്ലേറ്റഡ് ഇതിന്റെ മേലിൽ ആയിട്ടില്ല. ഇത് മാത്രമാണ് ഈ 2 മുത്തിൽ മാത്രം, അത് മാത്രമേ ഉള്ളൊരു പ്രോബ്ലം ഉള്ളൂ. 10 പിടിയുടെ മണിമാലയാണ്, നമ്മൾ ഇട്ടാൽ പോലും അത് അറിയത്തില്ല കേട്ടോ. അതൊരിക്കലും ഇത് അറിയുന്നുണ്ടോ ഇല്ല. അപ്പോൾ നമ്മൾ ഇട്ടാൽ പോലും അറിയത്തില്ല, അത്രയ്ക്കും മൈന്യൂട്ട് ആയിട്ടുള്ള ഒരു ഇതാണ്. അപ്പോൾ ബാക്കിയുള്ള എല്ലാം സെയിം ആണ്. 10 പിടിയുടെ മാലയാണ്, വേറെ ഒന്നുമില്ല, മണിമാലയാണ്, സിംഗിൾ ലെയർ ആണ്. അപ്പോൾ ഡാമേജ് സെയിൽ ആയതുകൊണ്ട് തന്നെ നമ്മളത് 299 കൊടുക്കുകയാണ്. അപ്പോൾ 10 പിടി എന്ന് പറയുന്നത് നല്ല അഫോർഡബിൾ പ്രൈസിനാണ് കേട്ടോ അത് കിട്ടുന്നത്. അപ്പോൾ ഒരു കുഞ്ഞ് ഡാമേജ് ഉള്ളത് കൊണ്ട് മാത്രം നമ്മൾ അങ്ങനെ കൊടുക്കുകയാണ്. അപ്പോൾ ഇതൊക്കെ വേണ്ടവരുണ്ടെങ്കിൽ തീർച്ചയായിട്ടും പർച്ചേസ് ചെയ്തോളൂ. വളരെ ലിമിറ്റഡ് ഐറ്റംസ് ആണ് ഡാമേജിലൊക്കെ ഉള്ളത്. അപ്പോൾ വേണ്ടവർ വേഗം തന്നെ ബുക്ക് ചെയ്യാം കേട്ടോ ഐറ്റംസ്. അപ്പോൾ ഇതൊക്കെയാണ് കേട്ടോ നമ്മൾ ഇന്ന് കാണിച്ച ഐറ്റംസ് പറയണത്. നല്ല ഭംഗിയുള്ള ഐറ്റംസ് അല്ലേ. അപ്പോൾ ഇതൊക്കെ വേണ്ടവരുണ്ടെങ്കിൽ തീർച്ചയായിട്ടും സ്ക്രീനിൽ കാണുന്ന വാട്സാപ്പ് നമ്പറിലേക്ക് നമുക്ക് ബുക്ക് ചെയ്യാം. എല്ലാ ഭാഗത്തേക്കും നമുക്ക് ഡെലിവറി അവൈലബിൾ ആണ്. ഇനി വിഷുവിന് അമ്മമാർക്ക് സമ്മാനമായിട്ട് കൊടുക്കണമെന്നുണ്ടെങ്കിൽ അത് നമുക്ക് കൊടുക്കാനായിട്ട് പറ്റുന്ന ഐറ്റംസ് ആണ്. അപ്പോൾ എല്ലാവർക്കും ഇനി അടുത്ത വീഡിയോയിൽ കാണുന്നവരെ ബൈ, താങ്ക്